അങ്ങനെ ഇപ്പോൾ മൾട്ടിവേഴ്സ് അല്ല ഒരു ദിവസം നശിച്ച് തരിപ്പണമായി പോയപ്പോൾ നമ്മുടെ സൂപ്പർ വില്ലനായ ഡോക്ടർ ഡൂം എങ്ങനെയൊക്കെയോ ഈ തകർന്നു പോയ മൾട്ടിവേഴ്സിൻ്റെ ഭാഗങ്ങളെല്ലാം ഒന്നിപ്പിച്ച് ഒരു പുതിയ യൂണിവേഴ്സ് അഥവാ ഒരു പുതിയ ലോകത്തെ ക്രിയേറ്റ് ചെയ്തു. ആ ലോകം അറിയപ്പെടുന്നത് ബാറ്റിൽ വേഡ് എന്നാണ്. ഈ ബാറ്റിൽ വേഡിൽ കുറേയധികം ഹൾക്കുകൾ, തോറുകൾ, ക്യാപ്റ്റൻ അമേരിക്കകൾ അങ്ങനെ കുറേ പേരുണ്ട്. പക്ഷേ ഈ ബാറ്റിൽ വേഡിൻ്റെ രാജാവായി അഥവാ ദൈവമായി ജീവിക്കുന്നത് നമ്മുടെ ഒരേ ഒരു ഡോക്ടർ ഡൂം മാത്രമാണ്. ഡോക്ടർ ഡൂമിൻ്റെ കീഴിലാണ് അവിടെയുള്ള എല്ലാവരും ജീവിക്കുന്നതും പിന്നെ മരിക്കുന്നതും. പക്ഷേ ഈ ഡൂമിനെ ഇഷ്ടമില്ലാത്ത ആളുകളും അവിടെയുണ്ട്. ഗ്രീൻലാൻഡ് എന്ന രാജ്യത്ത് ജീവിക്കുന്ന റെഡ് കിങ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന റെഡ് ഹൾക്കും പിന്നെ റെഡ് ഹൾക്കിൻ്റെ കീഴിലുള്ള ഹൾക്കുകളുമാണ് ആ ആളുകൾ. റെഡ് ഹൾക്കിൻ്റെ കീഴിലുള്ള ഹൾക്കുകളും പിന്നെ ഡൂമിൻ്റെ പട്ടാളക്കാരായ തോറുകളും തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ അടിയുണ്ടാവാറുമുണ്ട്. അതൊരു പതിവ് പരിപാടിയാണ് അവിടെ. അങ്ങനെ ഒരു ദിവസം ഡോക്ടർ ഡൂമിൻ്റെ കീഴിലുള്ള ഒരു സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഒരു അടിപിടി മത്സരത്തിൽ ഒരു 10-30 വോൾവറിന്മാരെ ഒരു ക്യാപ്റ്റൻ അമേരിക്ക ഒറ്റയ്ക്ക് അടിച്ചു വീഴ്ത്തുകയാണ്. ആ ക്യാപ്റ്റൻ അമേരിക്കയുടെ കയ്യിൽ ഒരു സാധാരണ കോടാലിയും പിന്നെ ഷീൽഡും മാത്രമാണ് ഉള്ളത്. പിന്നെ ക്യാപ്റ്റൻ്റെ സഹായിയായ റെക്സ് എന്ന ഡിനോസറും അവിടെയുണ്ട്. അങ്ങനെ ഇപ്പോൾ ആ മത്സരത്തിൽ വിജയിച്ച് നിൽക്കുന്ന ക്യാപ്റ്റൻ അമേരിക്കയുടെ അടുത്ത് ട്രോഫി നൽകുവാനായി ആ മത്സരം നടത്തിപ്പുകാരൻ അഥവാ മാനേജറായ ആർക്കേഡ് എന്ന ഒരുത്തൻ ഇപ്പോൾ ട്രോഫിയുമായി ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് ചെന്നതും അപ്പോൾ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയാണെങ്കിൽ ആർക്കേഡിനെ എടുത്തുകൊണ്ട് ആ റെക്സ് എന്ന ഡിനോസറിൻ്റെ വായ്ക്കുള്ളിലേക്ക് ചാടിക്കയറിയിട്ട് അതിൻ്റെ വായ അടക്കിയാണ്. എന്നിട്ട് ആർക്കേഡിനോട് തൻ്റെ കൂട്ടുകാരനായ ബക്കി എവിടെയാണോ ഉള്ളതെന്ന് തന്നോട് പറയുവാനും ഇല്ലെങ്കിൽ നിന്നെ ഇന്ന് റെക്സ് കഴിക്കുമെന്ന് പറഞ്ഞ് ആർക്കേഡിനെ ക്യാപ്റ്റൻ അമേരിക്ക ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ തന്നെ ആർക്കേഡ് ഭയങ്കരമായി പേടിച്ചിട്ട് തൻ്റെ പോക്കറ്റിലുള്ള ഒരു റോസാപ്പൂവിൽ ഒന്ന് തൊട്ടതും അപ്പോൾ തന്നെ ആ റോസാപ്പൂവിൻ്റെ അകത്തു നിന്നും ഇലക്ട്രിസിറ്റി പുറത്തു വന്ന് നമ്മുടെ ക്യാപ്റ്റനും പിന്നെ ആർക്കേഡിനും പിന്നെ റെക്സിനും ഷോക്കടിക്കുകയാണ്. ആ ഷോക്കടിയിൽ നമ്മുടെ ക്യാപ്റ്റൻ്റെ ബോധം കെട്ടുപോവുകയാണ്. പിന്നീട് ബോധമൊക്കെ വന്ന് കണ്ണു തുറന്ന് നോക്കുന്ന ക്യാപ്റ്റൻ കാണുന്നത് സാക്ഷാൽ ഡോക്ടർ ഡൂമിനെയും പിന്നെ പുള്ളിക്കാരൻ്റെ ജോലിക്കാരനായ ഷെറീഫ് സ്ട്രേഞ്ച് എന്ന പേരിൽ അവിടെ അറിയപ്പെടുന്ന ഡോക്ടർ സ്ട്രേഞ്ചിനെയുമാണ്. ഇപ്പോൾ ഡോക്ടർ സ്ട്രേഞ്ച് ആണെങ്കിൽ നീ ഈ ലോകത്ത് ജീവിക്കുന്നത് തന്നെ ഈ ഇരിക്കുന്ന മഹാനായ നമ്മുടെ ദൈവമായ ഡോക്ടർ ഡൂമിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്നും അദ്ദേഹത്തിൻ്റെ കീഴിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ന് നീ അലമ്പ് കാണിച്ചതുകൊണ്ട് ഇന്ന് നീ മരിക്കാൻ പോവുകയാണെന്ന് ഡോക്ടർ സ്ട്രേഞ്ച് ക്യാപ്റ്റൻ അമേരിക്കയോട് പറയുകയാണ്. പക്ഷെ പെട്ടെന്ന് അവിടെ സിംഹാസനത്തിലിരിക്കുന്ന ഡൂം തൻ്റെ കൈവിരലുകൾ കൊണ്ട് എന്തൊക്കെയോ ആംഗ്യം ഡോക്ടർ സ്ട്രേഞ്ചിനെ കാണിച്ചതും അപ്പോൾ തന്നെ ഡോക്ടർ സ്ട്രേഞ്ച് നമ്മുടെ ദൈവമായ ഡോക്ടർ ഡൂം തൽക്കാലം നിന്നോട് ക്ഷമിച്ചിരിക്കുകയാണെന്നും നിന്നെ ഇന്ന് വെറുതെ വിടുകയാണെന്നും പക്ഷെ പകരമായി നീ ഗ്രീൻലാൻഡിൽ ചെന്ന് റെഡ് കിങ്ങിനെ അഥവാ റെഡ് ഹൾക്കിനെ കൊല്ലണമെന്നും അവനെ കൊണ്ട് ഭയങ്കര തലവേദന ആയിരിക്കുകയാണെന്നും വേണമെങ്കിൽ നമ്മുടെ ദൈവമായ ഡൂമിനെ നിമിഷ നേരം കൊണ്ട് ആ റെഡ് കിങ്ങിനെ അഥവാ റെഡ് ഹൾക്കിനെ കൊല്ലാമെന്നും പക്ഷെ നമ്മുടെ ദൈവത്തിന് അത് ചെയ്യുവാൻ മടിയാണെന്നും വെറുപ്പാണെന്നും അതുകൊണ്ട് നീ ആ റെഡ് കിങ്ങിനെ കൊല്ലണമെന്ന് ക്യാപ്റ്റൻ അമേരിക്കയോട് ഡോക്ടർ സ്ട്രേഞ്ച് പറയുകയാണ്. അപ്പോൾ തന്നെ ക്യാപ്റ്റൻ അമേരിക്ക ആണെങ്കിൽ ഞാനൊന്നും ആ റെഡ് കിങ്ങിനെ അഥവാ റെഡ് ഹൾക്കിനെ കൊല്ലാൻ പോകില്ല എന്നും തനിക്ക് സൗകര്യമില്ല എന്ന് ഡോക്ടർ സ്ട്രേഞ്ചിനോട് പറഞ്ഞതും അന്നേരം തന്നെ നിൻ്റെ കൂട്ടുകാരനായ ബക്കി ഇപ്പോൾ റെഡ് കിങ്ങിൻ്റെ തടവിലാണുള്ളതെന്നും റെഡ് ഹൾക്കിനെ കൊല്ലാൻ ഞങ്ങളാണ് ബക്കി അങ്ങോട്ട് അയച്ചതെന്നും പക്ഷെ അവൻ പിടിക്കപ്പെട്ടുവെന്നും അതുകൊണ്ട് റെഡ് ഹൾക്കിനെ കൊന്നാൽ നിനക്ക് ബക്കിയെ തിരിച്ച് ലഭിക്കുമെന്നും എന്നിട്ട് നിനക്കും ബക്കിക്കും ആ ഗ്രീൻലാൻഡിൽ തന്നെ ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാമെന്നും ക്യാപ്റ്റനോട് ഡോക്ടർ സ്ട്രേഞ്ച് പറയുകയാണ്. അപ്പോൾ തന്നെ ബക്കിയെ രക്ഷിക്കുവാനായി ആ റെഡ് കിങ്ങിനെ കൊല്ലാൻ താൻ തയ്യാറാണെന്നും പക്ഷെ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് തൻ്റെ റെക്സ് എന്ന ദിനോസറിനെ തനിക്ക് തിരിച്ചു തരണമെന്ന് ക്യാപ്റ്റൻ അമേരിക്ക ഡോക്ടർ സ്ട്രേഞ്ചിനോട് പറഞ്ഞതും അന്നേരം തന്നെ റെക്സ് എന്ന ദിനോസറിനെ ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് റെഡ് കിങ്ങിൻ്റെ അടുത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായി ഗ്രീൻലാൻഡിൻ്റെ അതിർത്തിയിൽ ഒരു വഴികാട്ടിയായി ഒരാൾ വരുമെന്നും പറഞ്ഞ് ക്യാപ്റ്റൻ അമേരിക്കയും റെക്സിനെയും ഇപ്പോൾ ടെലിപ്പോർട്ട് ചെയ്ത് ഗ്രീൻലാൻഡിൻ്റെ അതിർത്തിയിൽ ഡോക്ടർ സ്ട്രേഞ്ച് എത്തിക്കുകയാണ്. പക്ഷെ അവിടെ ചെന്നതും വഴികാട്ടിയെ കണ്ടെത്തുന്നതിന് പകരം ഒരു വലിയ മണ്ണിരകൾ പോലെയുള്ള ജീവികളുടെ മുന്നിലേക്ക് ക്യാപ്റ്റനും റെക്സും ചെന്നുപെടുകയാണ്. ക്യാപ്റ്റൻ അമേരിക്ക തൻ്റെ കോടാലിയും ഷീൽഡും ഉപയോഗിച്ച് അറിഞ്ചം പുറിഞ്ചം ആ മണ്ണിരകളെ നശിപ്പിക്കുവാൻ നോക്കുന്നുണ്ടെങ്കിലും അവറ്റകളുടെ ശരീരത്തിൽ ഗാമ റേസ് ഉള്ളതുകൊണ്ട് അവറ്റകൾ വീണ്ടും വീണ്ടും ക്യാപ്റ്റൻ്റെയും റെക്സിൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇനി ഇവറ്റകളെ എങ്ങനെ കൊല്ലുമെന്ന് വിചാരിച്ച് നിൽക്കെ പെട്ടെന്ന് എന്തോ റേഡിയേഷൻസ് ഏറ്റ് ആ ജീവികളെല്ലാം കത്തി ചാമ്പലാകുകയാണ്. ഇപ്പോൾ ഈ റേഡിയേഷൻസ് എവിടെ നിന്ന് വന്നുവെന്ന് നോക്കിയ ക്യാപ്റ്റൻ ഒരു കാഴ്ച കണ്ട് ഞെട്ടിയിട്ട് മര്യാദയ്ക്ക് നിൻ്റെ കയ്യിലുള്ള വെപ്പൺസ് താഴെയിടുവാൻ അവിടെ നിൽക്കുന്ന ആരോടോ ക്യാപ്റ്റൻ പറഞ്ഞതും അപ്പോൾ തന്നെ ആരോ ഒരാൾ ക്യാപ്റ്റനെ അടിച്ചു വീഴ്ത്തുകയാണ്. അത് മറ്റാരുമല്ല, അതൊരു ഹൾക്കാണ്. ആ ഹൾക്കിൻ്റെ കയ്യിൽ ഒരു പ്രത്യേക വെപ്പണുമുണ്ട്. അതിൽ നിന്നുമുള്ള റേഡിയേഷൻസ് ഏറ്റാണ് മറ്റേ ജീവികൾ കത്തി ചാമ്പലായി പോയത്. ഇപ്പോൾ ആ ഹൾക്ക് ആണെങ്കിൽ വെൽക്കം ടു ഗ്രീൻലാൻഡ് എന്ന് അവിടെ വീണ് കിടക്കുന്ന ക്യാപ്റ്റനോട് പറയുകയാണ്.